കർമ്മങ്ങളെല്ലാം രൂപം കൊള്ളുന്നത് എല്ലാ ജഡശരീരങ്ങളെയും നിർമ്മിച്ചു കാണിക്കുന്ന പ്രപഞ്ച മനസ്സിൽ നിന്നാണ്. ഈ പ്രപഞ്ച മനസ്സിനെ ബ്രഹ്മാവെന്നും പ്രജാപതിയെന്നും ഹിരണ്യഗർഭനെന്നും ഇങ്ങനെ പല പേരുകളും ശാസ്ത്ര പ്രസിദ്ധങ്ങളായുണ്ട്. എന്തായാലും കർമ്മം എന്താണ് എന്നുള്ളത് 8-ാം അധ്യായത്തിലെ 3-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ നിർവചിക്കുന്നുണ്ട്. എല്ലാ പ്രപഞ്ച ഘടകങ്ങളെയും ഉണ്ടാക്കി കാണിക്കുന്ന ശക്തിയുടെ ബഹിസ്പന്ദനമാണ് കർമ്മം. സൂര്യന്റെയും വായുവിന്റെയും മറ്റെല്ലാ പ്രപഞ്ച ഘടകങ്ങളുടെയും രൂപം കൈക്കൊണ്ട് ശക്തി പുറമേ സ്പന്ദിക്കുന്നത് തന്നെയാണ് കർമ്മം. എല്ലാ ജഡശരീരങ്ങളിൽ കൂടി സ്പന്ദിക്കുന്ന ഈ പ്രപഞ്ച മനസ്സിനെ ഗീതയിൽ ക്ഷരഭാവം അഥവാ ക്ഷരബ്രഹ്മം എന്നാണ് വിളിക്കുന്നത്. കർമ്മങ്ങളെല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന ബ്രഹ്മമാണ് ക്ഷരപുരുഷൻ. ക്ഷരമെന്നാൽ നാശമുള്ളത് എന്നാണ് അർത്ഥം. എല്ലാ ജഡശരീരങ്ങളെയും ഉൾക്കൊള്ളുന്നത് ക്ഷരപുരുഷനിലാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഉണ്ടായി മറയുന്നതായി തോന്നിക്കുന്നത് കൊണ്ടാണ് ക്ഷരപുരുഷൻ എന്ന പേരിട്ടിരിക്കുന്നത്. സർവഭൂതവർഗവുമാണ് ക്ഷരപുരുഷൻ. പരമകാരണമായ കൂടസ്ഥ ബ്രഹ്മമാണ് അക്ഷരപുരുഷൻ. മായയിൽ മറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് കൂടസ്ഥൻ എന്ന പേര് വന്നിരിക്കുന്നത്. ക്ഷരപുരുഷന്റെ ഉൽപ്പത്തിക്ക് കാരണം അക്ഷരപുരുഷനാണ്. ഇങ്ങനെ നോക്കുമ്പോൾ 15-ാമത്തെ ശ്ലോകത്തിന്റെ ഉത്തരാർദ്ധത്തിന്റെ വ്യാഖ്യാനം വളരെ എളുപ്പമാകും. ഇങ്ങനെയൊക്കെ ആയിരിക്കുമ്പോൾ നിത്യവും സർവവ്യാപിയുമായ ബ്രഹ്മം യജ്ഞത്തിൽ പ്രതിഷ്ഠിതമാണ് എന്നാണ് ആ ഭാഗത്തിന്റെ താല്പര്യം. കാര്യകാരണ പരമ്പരയിൽ പരമമായ കാരണം എന്ന് പറയുന്നത് ബ്രഹ്മമായതുകൊണ്ട് അതിനെ ആശ്രയിച്ചാണ് സകല കർമ്മവും നടക്കുന്നത് എന്ന് താല്പര്യം. അതുപോലെ ഫലസംഘം വിട്ട് യജ്ഞരൂപേണ സ്വധർമ്മം അനുഷ്ഠിക്കുമെങ്കിൽ കർമ്മവാസനകൾ ഒടുങ്ങി സത്യത്തെ കണ്ടെത്താൻ കഴിയുമെന്നാണ് യജ്ഞേ പ്രതിഷ്ഠിതം എന്ന ഭാഗത്തിനർത്ഥം.